അല്ല ഒരു സെക്കൻഡ് ഷാജി, അല്ല ഈ റബ്ബർ താങ്ങുവിലയുടെ കാര്യത്തിൽ അല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ മറുപടി കേൾക്കാം. റബ്ബറിന്റെ പ്രശ്നം മാത്രമല്ലല്ലോ, 7.5 വർഷമായിട്ട് കേരളം ഭരിക്കുന്ന പിണറായി വിജയന്റെ സർക്കാർ ഈ നാട്ടിൽ ആർക്ക് വേണ്ടിയാണ് ഭരിക്കുന്നത്? ഈ ഭരണം ആർക്ക് വേണ്ടിയാണ്? പാവപ്പെട്ട കൃഷിക്കാരന് വേണ്ടിയാണോ? തൊഴിലാളിക്ക് വേണ്ടിയാണോ? ആർക്ക് വേണ്ടിയാണ്? ഇവരുടെ മാനിഫെസ്റ്റോയിൽ ഇവർ രാജ്യം ഭരിക്കാൻ പോകുന്നുണ്ടോ? എത്ര സീറ്റിലാണ് മത്സരിക്കുന്നത്? രാജ്യത്ത് എത്ര സീറ്റിലാണ് മത്സരിക്കുന്നത്? 32 സീറ്റ് മത്സരിക്കാൻ പോകണോ? ഞാൻ ചോദിക്കാം, ഇന്ന് യോഗം നടക്കുന്ന സമയത്ത് ഈ പറയുന്ന ശ്രീമാൻ ജോസിന്റെ പറഞ്ഞോ, മര്യാദ കാണിക്കും, ഒരാൾ പറയാം. അപ്പോ ഞാൻ പറഞ്ഞത് പിണറായി വിജയന്റെ 7.5 വർഷക്കാലത്തെ ഭരണം എന്ന് പറയുന്നത് ഈ നാടിനെ സർവ്വതും മുടിച്ച ഭരണമാ. ജനങ്ങൾ മടുത്തു. 26-ാം തീയതി എന്ന് പറയുന്ന ദിവസം നേരം എടുക്കാൻ വേണ്ടി കേരളത്തിലെ ജനങ്ങൾ കാത്തിരിക്കുക. ഈ സർക്കാരിനെതിരായ, ഈ മുടിഞ്ഞ സർക്കാരിനെതിരായി ഒരു വോട്ടുകുത്താൻ വേണ്ടി കാത്തിരിക്കുക. അതാണ് ഈ നാടിന്റെ വികാരം എന്ന് പറയുന്നതാണ്. ഒറ്റ കാര്യം ഞാൻ ചോദിക്കുന്നത്, ഇന്ന് സംസ്ഥാനം ഭരിക്കുന്നത് ആരാ? ഈ നാണ്യവിലയുടെ കാര്യം പറഞ്ഞല്ലോ. ആലപ്പുഴയിൽ ഒരു പാവപ്പെട്ട കർഷകന് അർഹമായ തുക കിട്ടാത്തതിൻ്റെ പേരിൽ കർഷകൻ ആത്മഹത്യ ചെയ്തു. ആ തരത്തിൽ വയനാട്ടിൽ ആത്മഹത്യ ചെയ്തു, കൊല്ലത്ത് ആത്മഹത്യ ചെയ്യുന്നു, പത്തനംതിട്ടയിൽ ആത്മഹത്യ ചെയ്യുന്നു. ഈ കർഷകർ, ഇവർ ഇത്ര കർഷക സ്നേഹമാണെങ്കിൽ എന്തുകൊണ്ട് കേന്ദ്രം കൊടുത്ത പണം, സംസ്ഥാനത്തിന്റെ അക്കൗണ്ടിൽ വന്ന പണം എന്തുകൊണ്ട് അർഹരായ കർഷകർക്ക് കൊടുക്കുന്നില്ല? എന്നിട്ട് പറയട്ടെ, നിങ്ങൾ ഈ 3 കാർഷിക നിയമങ്ങൾ നടപ്പാക്കുന്നതിന്റെ ഭാഗമായി മരിച്ച കർഷകരുടെ എണ്ണം അറിയാമോ? തീർച്ചയായിട്ടും 1000-ഓളമാണ്. എന്നിട്ടാണ് ഈ ആലപ്പുഴയിലെ സംഭവം പറയുന്നത്. അല്ല, അതുകൊണ്ട് എന്നിട്ട് പിന്നെ നാണ്യവിളയുടെ കർഷക സ്വാമിനാഥൻ കമ്മീഷനെ കുറിച്ചൊക്കെ ഞാൻ ചോദിക്കട്ടെ, ഒരു സെക്കൻഡ് നിങ്ങളിലേക്ക് വരാം, ഒരു സെക്കൻഡ്.